അപ്പൊ നമ്മളെല്ലാരും കൂടി ഇന്ന് ഒരുത്തൽ ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടാ. നമ്മളെ റെൻസാന്റെ വീട്ടിലുള്ള നമ്മളെ പഴയ വ്ളോഗെല്ലാം കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും റെൻസാന. അപ്പൊ റെൻസ ഇല്ലേ ഭയങ്കര കുക്കാ. അപ്പൊ സ്പെഷ്യലായിട്ട് റെൻസ കുറേ ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വന്നിട്ട് നമ്മളിപ്പോ എല്ലാവരും ഒന്ന് ഒത്തുകൂടി ഭയങ്കര സന്തോഷമല്ലേ അല്ലെ? എല്ലാരും ഇങ്ങനെ ഒത്തുകൂടുക എന്ന് പറഞ്ഞാല് നമ്മൾ പുറത്തെല്ലാം പോകുന്നതിലും ഒരു ട്രിപ്പ് പോകുന്നതിലും എല്ലാം അല്ലെ? റെൻസൊക്കെ എന്നാ ഇഷ്ടം പുറത്തു പോകാനാണോ? എന്ത് നമുക്കിങ്ങനെ അല്ല ഭയങ്കര രസമാട്ടാ എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് കൂടുക, ഫുഡ് ഉണ്ടാക്കാം അല്ല. എന്താ അനുവിന്റെ അഭിപ്രായം? ഇവരൊന്നും ക്യാമറക്ക് മുന്നിൽ വരൂല. അപ്പൊ ഞാൻ ഫുഡെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സോറി, എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്ന്, അതുകൊണ്ട് തന്നെ മൈക്ക് ചാർജ് കുത്തി. വാഴക്കാമ്പ് തോരനാണിത്. പിന്നെന്താണ് മഷ്റൂം പാസ്ത, പിന്നെ ബ്രെഡ് വാട്ടിയത്. വാഴക്കാമ്പ് തോരൻ അവർ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ഇതൊക്കെ റെൻസാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അത് വലിയൊരു കഴിവാണ്, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എപ്പോൾ നമ്മൾ ചെന്നാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പിടിയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ മഷ്റൂം പാസ്ത നല്ല ടേസ്റ്റി ആയിട്ട് അവൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ബ്രെഡ് വാട്ടുന്നുണ്ട്, ഒരു സൈഡ് ചായ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പിടിയെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ കഴിയണമെന്നില്ല കേട്ടോ. ഒരു ഗസ്റ്റ് വന്ന് നിന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നത് പ്രത്യേക ഒരു കഴിവ്. അത് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം നമ്മൾ. ഗസ്റ്റ് വന്ന് നിന്നിട്ട് നമ്മൾ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പിടിയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കും. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരുടെ അടുത്തും പറയും മുൻകൂട്ടി പറയണേ. കാരണം അവർ വന്നാലൊന്നും സംസാരിക്കാനൊന്നും കഴിയില്ല. അതിൽ നല്ലതൊന്നും മുൻകൂട്ടി പറഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാനൊക്കെ സമയം കിട്ടുമല്ലോ. ഒറ്റയ്ക്കിരുന്ന് തിന്നുന്ന സെജീറ, ഞാൻ ഗസ്റ്റാന്നും പറഞ്ഞ് കേറി ഇരുന്നേക്ക് സെജീറ. എന്താ മുത്തേ, എന്താ മോളു പറഞ്ഞ മോനു? അപ്പൊ നമ്മൾ മന്തി കഴിക്കാൻ പോന്നട്ടാ. ഫ്രണ്ട്സ് എവിടെയാ പോന്ന മന്തി കഴിക്കാന്? എവിടെയായിരുന്നു റെസ്റ്റോറന്റ്? എവിടാ? അതെ, എനിക്കറിയില്ല എവിടെയാന്ന്. റെൻസാന്റെ സ്ഥിരം സ്പോട്ടാ അല്ലേ? അടിപൊളിയാ. നമുക്ക് മന്തി കഴിച്ചിട്ട് വരാം. എന്താ ഇത്, കല്യാണത്തിനാ പോന്നെ? ഒരു ഫുഡ് അടിക്കാൻ പോന്നെ ഇത്രയും മേക്കപ്പാ? വാ ജിയ ജിയ, ഇത്ര ലേറ്റ് ആയി ഇങ്ങനെ പോന്നെ? 1 മണിക്കൂറായി പോലെ ഒരുങ്ങിയ. വാ സബ ഫുഡില്ല റെസ്റ്റോറന്റിൽ, എന്ത് ചെയ്യാ? ഗ്രില്ലുണ്ടാവും. ഓള് ഫുഡ് അടിക്കാൻ പോയാ തിരക്ക്. ഫ്രണ്ട്സ് എവിടെ? മന്തി എവിടെ? മന്തി മന്തി ഉണ്ട് തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒന്നുമില്ല. പട്ടിണിയാ? നമ്മൾ ലേറ്റ് ആയിക്കൊന്നുമില്ല കേട്ടോ. ഓല് നമ്മളെ വെറുതെ പറയുന്ന. നമ്മള് വേഗം റെഡി ആക്കി ഇച്ചിരി ലിപ്സ്റ്റിക്ക് എല്ലാണ്ട് ഒരു ഷോപ്പിലും ഫുഡില്ല. സിയ ആണ് നമ്മള് പാർസൽ ചെയ്യാന്ന് പറഞ്ഞാ സിയ ആണ് മെയിൻ സാധനം. ഓക്ക് പുറത്തു വേണോന്ന് പറഞ്ഞേ, അങ്ങനെ കൺഫ്യൂഷൻ അല്ലേ. പട്ടിണി പ്രശ്നം തുടങ്ങി എല്ലാരും. ഉറക്കം, വിശപ്പ്, ദാഹം. അവര് നമ്മളെ വിളിക്കത്തില്ല. അല്ല, അവര് നമ്മളെ വിളിക്കത്തില്ല എന്നാണോ? അല്ല, അവര് എന്താ പറയുക?
എൻ്റെ മൈക്കില്ലേ 8ൻ്റെ പണിയാട്ടോ തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മളെ മൈക്കിൽ എന്താണ് സൗണ്ട് ഇല്ലാതെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ചാർജൊക്കെ ആക്കി എടുത്തതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടെ എത്തിയപ്പോൾ പിന്നെയും സൗണ്ടില്ല, ചാർജ് നിൽക്കണില്ല. അതിനെന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ റെസ്റ്റോറൻറ്റിലും കയറി ഇറങ്ങി, എവിടെയും ഫുഡില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ക്യൂ എല്ലാടെയും. ഫുഡുള്ള റെസ്റ്റോറൻറ്റ് തന്നെ അത്രയും ക്യൂവിൽ നമ്മൾ വെയിറ്റ് ആക്കിയിട്ട് അവർക്ക് ഫുഡ് നമുക്ക് തരാൻ പറ്റുമോ എന്നുള്ളൊരു ഉറപ്പും അവർ പറയണില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെയും തിരക്കുണ്ടായിരുന്നു, ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. പക്ഷേ ഇവിടെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടാണ് വെയിറ്റ് ആക്കി നിന്നത്. കാരണം അവർ ഓർഡർ എടുത്തിന്, അപ്പം പിന്നെ കുഴപ്പമില്ല, ഓർഡർ എടുത്താൽ പിന്നെ നമുക്ക് ഫുഡ് കിട്ടുമല്ലോ. അങ്ങനെ ഒരുപാട് 1 മണിക്കൂറോളം ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ എല്ലാവർക്കും ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല. കാരണം റംസാൻ്റെ അടുത്ത് ആ ഒരു മഷ്റൂം പാസ്ത ഈവനിങ് ആണല്ലോ കഴിച്ചത്, നല്ല പാസ്തയായിരുന്നു. അതുകൊണ്ട് ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ജസ്റ്റ് ഇവരെ നിർബന്ധം ഭയങ്കര ഒരു ചിക്കൻ പീസ് മാത്രമാണ് കഴിച്ചത്. റൻസായും അനുവൊക്കെ നല്ല പാട്ടൊക്കെ പാടിന്, എന്താ ചെയ്യേണ്ടത്, എൻ്റെ മൈക്കിൻ്റെ സൗണ്ട് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഫീൽ അബാനിൽ ഇവിടെ ഇവർ ഷട്ടറൊക്കെ താത്തി ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഏകദേശം 12:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോൾ. അങ്ങനെ അവിടുന്ന് ഫീൽ ലബാനിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും സ്വീറ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതും കഴിച്ച്. ഇവിടുത്തെ നല്ല ടേസ്റ്റ് കേട്ടോ, നമ്മളെ ഒറിജിനൽ ലബാൻ്റെ ടേസ്റ്റ് അല്ല, എന്നാലും നമുക്ക് ഒപ്പിക്കാം, അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡറാക്കി പാസ് ചെയ്ത് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. കാരണം ഓൾമോസ്റ്റ് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനി വീട്ടിൽ പോയി എന്നെ സംബന്ധിച്ചിടത്തോളം 10 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ടയേർഡാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും. അതുകൊണ്ട് മാക്സിമം പിടിച്ച് നിൽക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ ലേറ്റായിട്ട് ഉറങ്ങാൻ കഴിയില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേഗം ഉറങ്ങുക, രാവിലെ എഴുന്നേൽക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി. നമ്മളിന്നിവിടെ സ്റ്റേ ആണേ, കാരണം ഒരുപാട് ലേറ്റ് ആയി. ഇപ്പോൾ പോക്കൊന്നും നടക്കില്ല. കാരണം എന്താ വെച്ചാൽ വേഗം ഉറങ്ങട്ടെ. വേഗം ഞാൻ ശരിക്കും പറഞ്ഞാൽ പകുതിയോളം ഉറക്കത്തിലാണുള്ളത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ ഒരു മെനു കാര്യങ്ങളൊക്കെ എൻ്റെ മോൾക്ക് ഫുൾ ബൈ ഹാർട്ട് എടുക്കുക. ഫീൽ ലബാനായാലും സൈ ലബാനിലൊക്കെ ഫുൾ മെനൂസൊക്കെ അവൾക്ക് ബൈ ഹാർട്ടാണ്. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്വീറ്റ് ഐറ്റംസ്. എന്താണെന്നറിയില്ല, ഇപ്പോഴത്തെ കുട്ടികളൊരു ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അവർ വെക്കേഷനിലെന്ന് പറഞ്ഞാൽ ഫുഡ് സ്പോട്ട് എത്രത്തോളം കവർ ചെയ്യുക എന്നുള്ളതായിരിക്കും. എൻ്റെ മോളൊക്കെ ലിസ്റ്റിൽ തന്നെ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട് വെക്കേഷനിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ആട്ടെ ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ. ഇനി വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങട്ടെ, രാവിലെ എന്നിട്ട് എനിക്ക് പോകണം കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. രാത്രിയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പാക്കിങ്ങും ചെയ്യൽ. അപ്പോൾ ഇന്നത്തെ പാക്കിങ് മൊത്തം എൻ്റെ പെൻഡിങ് നിൽക്കുന്നുണ്ട്. രാവിലെ പോയിട്ട് അതൊക്കെ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ നമ്മൾ ഹംദിൻ്റെ ഇൻസ്റ്റ പേജ് ഫോളോ ആക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ആക്കിക്കോളാം. കാരണം അത്രയും നല്ല കളക്ഷൻസ് ഇപ്പോൾ അതിലുണ്ട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ വന്ന് നോക്കും വേണ്ടി ഒരാൾ ഒറോട്ടി ഇടുന്നു, ഒരാൾ ചായ ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ ഞാനും കൂടി വേഗം കൂടി. അപ്പോൾ ഇവർക്കും പുറത്ത് പോകാനുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫിഷ് ഫ്രൈ ആക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചായ ഒരു സൈഡിൽ നല്ല മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറോട്ടി മുട്ടക്കറി, അതോടൊപ്പം ഫിഷ് ഫ്രൈ, അതാണ് ഉള്ളത്. അപ്പോൾ പിന്നെ വേഗം ഇവരൊക്കെ കുട്ടികളൊക്കെ ഫ്രഷ് ആക്കി റെഡിയാകുന്നത് വേഗം ചുട്ടെടുത്ത് നമുക്ക് കഴിച്ചിട്ട് പെട്ടെന്ന് ഇടപിടിന്നിട്ട് ഇറങ്ങണം കേട്ടോ. ഇനി ഒട്ടും സമയമില്ല വെയിറ്റ് ആക്കാനായിട്ട്. Oi. Oi. കഴിച്ചാ ഫിഷ് എടുത്തോ. ഞാൻ പറഞ്ഞ റൻസ അടിപൊളി കുക്കാണ്. അതുകൊണ്ട് തന്നെ മുട്ടക്കറി അടിപൊളി ടേസ്റ്റി, ഒരു രക്ഷയില്ലാട്ടോ. ഫിഷ് ഫ്രൈ, ഫിഷിൻ്റെ ഒക്കെ മസാല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അങ്ങനെ അടിപൊളി എന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ട് നമുക്ക് പിന്നെ എവിടെ പോയാലും നമ്മളൊരു സൈഡിൽ ബിസി ആയിരിക്കും ഇങ്ങനെ ഫോണും കൊണ്ട്. ഫാമിലിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് കംപ്ലൈൻ്റ് ആണ്, ആർക്കും മെസ്സേജ് ഒന്നും ഇല്ലാത്തതെന്നുള്ള ഇതാട്ടോ കാരണം. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. റൻസ നല്ലൊരു ദിവസമായിരുന്നു, നല്ല അടിപൊളി ഫുഡായിരുന്നു. ആ നന്നായി. ഓസി ബൈ 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 ബൈ. ചെരുപ്പ് കാണുന്നില്ല, എന്നാ പോകാം. അപ്പാ എവിടെ?
നമ്മൾ പോകുന്നതാണ് ഒരു ദിവസം അങ്ങോട്ട് വരണം ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ. ഓസി വരുന്നുണ്ടാ?